ഹലോ എവരി വൺ. ഇന്നൊരു ടെമ്പിൾ വിസിറ്റിനായിട്ട് നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കൂടെ ഞങ്ങളുടെ 2 അമ്മമാരുണ്ട്. കുറേ നാളായി അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു ദിവസമായിട്ട് ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. ഇവിടുന്നൊരു 2 മണിക്കൂറിനടുത്ത് ട്രാവൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരത്തെ ഒന്നും ഇറങ്ങില്ല. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇതിനു മുമ്പ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ അമ്പലം എങ്ങനെയാണെന്നോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മമാർ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഏട്ടനും വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അകത്ത് കയറി തൊഴാനും വഴിപാടുകൾ ചെയ്യാനും ഒക്കെ പറ്റി. അമ്മമാരതിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. കുട്ടികൾക്കും അമ്പലത്തിന് ചുറ്റുമുള്ള ഈ ചുറ്റമ്പലം അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരതിൽ കുറേ നേരം നടക്കുന്നുണ്ടായിരുന്നു. തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ആ ചുറ്റമ്പലത്തിനടുത്തൊക്കെ നിന്നു. അമ്പലത്തിൻ്റെ ഭംഗി ഒക്കെ ഒന്ന് നോക്കി. പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമുക്കല്ലെങ്കിലും ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോ. അപ്പോൾ അവിടെയും നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം. നന്നായിട്ട് തൊഴുവാനും കാര്യങ്ങൾക്കൊക്കെ സാധിച്ചു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സിലിക്കണിലേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കോഴ്സും കാര്യങ്ങളും ഒക്കെ നന്നായി തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി കുട്ടികൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പവും എഗ് റോസ്റ്റും, കുട്ടികൾക്കാണെങ്കിൽ ഇഡ്ഡലി സാമ്പാറും 2 തരം ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അതേ ഫ്ലോറിൽ തന്നെയുള്ള സിൽക്കൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒക്കെ ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ നോക്കി. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. നേരെ നമ്മൾ പോകുന്നത് കോട്ടയത്തുള്ള ലുലുവിലേക്കാണ്. ഓപ്പൺ ചെയ്ത് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഫണ്ടൂറയുണ്ട്, കുട്ടികൾക്ക് കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൊച്ചി ലുലു പോലെയല്ല, ഒരു 2 ഫ്ലോർസേ അവിടെ ഉള്ളൂ. പിന്നെ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഫണ്ടൂറ വലിയ തിരക്കേടില്ല, ചെറിയൊരു പ്ലേ ഏരിയ ആണ് കുട്ടികൾക്ക്. എന്നാലും എന്താ പറയുക, ഇറ്റ്സ് ഫൈൻ. അവർക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട്. കുറച്ച് സമയം നമ്മൾ ലുലുവിൽ സ്പെൻഡ് ചെയ്തു. കുട്ടികൾ ഫണ്ടൂറയിൽ അവർക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു. അവർ എൻജോയ് ചെയ്തിട്ടുണ്ട് മാക്സിമം. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ വീണ്ടും സിലിക്കണിൽ കയറി ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് ഇനി നേരെ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ അമ്പലത്തിലും കുട്ടികൾക്ക് വേണ്ടി ലുലുവിലും ഒക്കെ പോയി എൻജോയ് ചെയ്തു. എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഒരു നല്ല സന്തോഷമുള്ള ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.